ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണം അങ്ങ് എത്തിയല്ലേ. ഇനിയിപ്പോൾ സ്കൂളിലും കോളേജിലും ഓഫീസിലും ഒക്കെ ഓണം സെലിബ്രേഷന്റെ സമയമാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കാനും ജ്വല്ലറി എടുക്കാനും മേക്കപ്പിനും ഒക്കെ ആയിട്ട് ഓടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണിത്. ഇതിൽ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഐസും ഐബ്രോസും ലിപ്സും മാത്രമാണ് എൻഹാൻസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അഫോർഡബിൾ പ്രോഡക്ട്സിൽ ഇങ്ങനൊരു മേക്കപ്പ് ലുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എൻഡിൽ വരെ കാണുക. ഇനിയും ഞാൻ പറഞ്ഞ് ഡിലേ അടുപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുക, സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ആൻഡ് ഓൾസോ ലിപ്സിൽ നല്ലൊരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തേക്കണം. ഞാൻ ഫേസിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ്സിൽ ഒരു ലിപ് ബാമും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐ ഷാഡോ പാലറ്റ് ആണത്. എൻ്റെ അധികം ഐ ഷാഡോ പാലറ്റ്സ് ഒന്നും ഇല്ല. ആകെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ 3 പാലറ്റ്സ് ആണുള്ളത്. അത് ഞാൻ ഭയങ്കരമായിട്ട് ചൂസി ആയിട്ട് ഓരോ ഷെയ്ഡും പിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത പാലറ്റ്സ് ആണ്. ഈ പാലറ്റ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഇടാനുള്ള ഷെയ്ഡ്സ് ഇതിനകത്തുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലെ ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഈ ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ആദ്യം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് എല്ലാം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഐലിഡ്സ് പിഗ്മെന്റഡ് ആണ്, അതായത് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം അതൊന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെ ഇങ്ങനെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ വേറെ കൺസീലറോ ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഐ ഷാഡോ ഷെയ്ഡ് എൻ്റെ സ്കിൻ ഷെയ്ഡുമായിട്ട് ഒരു പൊടിക്ക് സെയിം ആയിട്ടുള്ളത് കൊണ്ട് ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ സ്കിൻ ഷെയ്ഡ് പോലെ തന്നെ ആവും. അതേപോലെ തന്നെ ഇപ്പുറത്തെ ഐസിലും ഞാൻ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഇതൊന്നും ആ ഒരു സ്കിൻ ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട് ഐലിഡ്സിൽ. ആൻഡ് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്തായാലും കുറച്ച് തിളങ്ങി നിൽക്കണമല്ലോ. നമ്മൾ ഒരു സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പോവല്ലേ, അപ്പോൾ ഒന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടി ഇതിൽ തന്നെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഉണ്ട്. ഇതാണ്ട് ഈ ഷെയ്ഡ്. ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് ജസ്റ്റ് കയ്യിലെടുക്കുക, ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഷെയ്ഡ് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഞാൻ കാണിച്ചു തരാമേ. ഈ ഷെയ്ഡ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒന്നും നോക്കണ്ട, നന്നായിട്ട് കണ്ണിന്റെ മേളിലങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയണം എന്നൊന്നുമില്ല. ഫുള്ള് ഗ്ലിറ്റർ തേച്ചു. ഞാൻ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇത് കയ്യിലെടുക്കുക ആൻഡ് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ എൻ്റെ നിന്നല്ല ഞാൻ തുടങ്ങിയത്. ഈ ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് തന്നെ ഇവിടുന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ വന്നു. ഈ എൻഡിലേക്ക് ഞാൻ ഇങ്ങനെ അധികം ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തില്ല. ഇങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വിട്ടു. ഇനി നമുക്ക് കണ്ണിൽ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് കാജലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അത് നന്നായിട്ട് താഴെ, അതായത് ഈ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ കാജൽ. ഈ ഒരു തിക്നെസ്സിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാജൽ. ഇതുപോലെ തന്നെ ഈ കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാജൽ ഒരേപോലെ കട്ടിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സെയിം പാലറ്റില് ഒരു മെറൂൺ ഷെയ്ഡ് എടുക്കുകയാണ്. ഇതാണ്ട് ഈ ഷെയ്ഡ്. ഈ ഒരു മെറൂൺ ഷെയ്ഡ് എടുത്തിട്ട് അതൊരു ബ്രഷിലാണ് ഞാൻ എടുക്കുന്നത്. എക്സസ് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ഈ നമ്മൾ കാജൽ എഴുതിയതിൻ്റെ താഴെ ഉണ്ടല്ലോ, ഇവിടെ കൊണ്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കണം. ഇത് ഓൾറെഡി സ്മഡ്ജ് പ്രൂഫ് കാജലാണ്, പക്ഷെ എന്നാലും ഇങ്ങനെ സ്മഡ്ജ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യുക ആൻഡ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഈ കണ്ണിൻ്റെ മേളില് ഈ കാജല് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഈ ഐലാഷില്ലേ, ഐലാഷിൻ്റെ അടുത്തുനിന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഈ ഇന്ന കോണാസിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇവിടുന്ന് ഇവിടെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഈ സെയിം ബ്രഷ് കൊണ്ട് തന്നെ, നമ്മൾ ഈ സ്മഡ്ജ് ചെയ്ത സെയിം ബ്രഷ് കൊണ്ട് തന്നെ, ചിലപ്പോൾ അതിനകത്ത് പ്രോഡക്റ്റ് കാണും, അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. ഈ സ്മഡ്ജ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഈ ഒരു ഇന്ന കോണേഴ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരരുത്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് ഈ ഒരു മിഡിൽ വരെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതി. ഭയങ്കരമായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട. ജസ്റ്റ് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. ഇനി ഐസിനൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒരു വിങ് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വിങ് ലൈനറാണ്. നിങ്ങൾക്ക് ഈ കാജൽ കൊണ്ട് തന്നെ വിങ് ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. വിങ് ലൈനർ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഇതിൻ്റെ പ്രിസൈസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് ഒരു വിങ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇന്നർ കോർണേഴ്സിലും കൂടെ കണ്ണിന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം.
മസ്കാര സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചതിനൊരു റിസൾട്ട് വരണമെങ്കിൽ ഈ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്ക് നമ്മുടെ ഐബ്രോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇടുക, ലുക്ക് തീർന്നു. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻ കളറിൻ്റെ ജെൽ ഐലൈനറാണ്. അതിൻ്റെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോസും അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ സിമ്പിൾ ലുക്ക് അല്ലല്ലോ, നമ്മൾ ഫംഗ്ഷന് പോകുമല്ലേ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ലിപ്സ്റ്റിക്കാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഷെയ്ഡാണ്, നല്ലതാണ്. ഈ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് തന്നെ ബ്ലഷ് ആയിട്ട് ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ്. അത്രേ ഉള്ളൂ, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും നമ്മൾ മേക്കപ്പ് ചെയ്തില്ല, ഫൗണ്ടേഷൻ ഇട്ടില്ല, ഡള്ളായി പോയി എന്ന് എന്തായാലും പറയത്തില്ല. കാരണം ഓവറായിട്ട് തന്നെ നമ്മൾ ഐസും ഐബ്രോസും ലിപ്സും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓണം ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഒരു ട്രഡീഷണൽ ലുക്ക് അല്ലേ വേണ്ട. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മുല്ലപ്പൂ, ഇത് പ്ലാസ്റ്റിക് പൂവാണ്, അതിങ്ങനെ ജസ്റ്റ് മുഴുടെ താഴെക്കൂടെ എടുത്ത് ഇവിടെ ഒന്ന് സ്ലൈഡ് കുത്തി വെച്ചു. പിന്നെ ഒരു പൊട്ടും കൂടെ വെച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നന്നായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് ഒരുങ്ങാൻ പറ്റുന്നവർക്ക് പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണിത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫുൾ അഫോർഡബിൾ പ്രോഡക്ട്സ് ആണ്. ആൻഡ് അധികം പ്രോഡക്ട്സും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിന്റെ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂസ് കമന്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.